പണ്ടൊരിക്കൽ, അതായത് നൂറ്റാണ്ടുകൾക്ക് മുൻപ്, കൃത്യമായി പറഞ്ഞാൽ 13-ാം നൂറ്റാണ്ട് മുതൽ ആയിരക്കണക്കിന് മനുഷ്യർ തിങ്ങിപ്പാർത്തിരുന്ന ഒരു പ്രദേശമായിരുന്നു ഇത്. വ്യാപാര കേന്ദ്രങ്ങളും വിദ്യാലയങ്ങളും ക്ഷേത്രങ്ങളും എല്ലാം ഉണ്ടായിരുന്ന ഒരു പ്രദേശം. എന്നാൽ പെട്ടെന്നൊരു ദിവസം നേരം ഇരുട്ടി വെളുത്തപ്പോഴേക്കും ഇവിടെ താമസിച്ചിരുന്ന ആയിരക്കണക്കിന് മനുഷ്യർ ഒന്നടങ്കം ഒരൊറ്റ രാത്രി കൊണ്ട് അപ്രത്യക്ഷരായി. അവർ എവിടേക്ക് പോയെന്നോ അവർക്ക് എന്ത് സംഭവിച്ചുവെന്നോ എന്നത് ഉത്തരം കിട്ടാത്തൊരു ചോദ്യമായി ഇന്നും അവശേഷിക്കുന്നു. അവർ താമസിച്ചിരുന്ന നൂറുകണക്കിന് വീടുകളുടെ അവശേഷിക്കുന്ന അസ്ഥിപഞ്ജരങ്ങൾ മേൽക്കുരയില്ലാതെ ആകാശത്തിന് കീഴിൽ കണ്ണെത്താ ദൂരത്തോളം അനാഥമായി ചിതറിക്കിടക്കുന്നു. നിഗൂഢവും ഭയാനകവുമാണ് ഈ ഗ്രാമത്തിന്റെ കഥ. ജനങ്ങൾ ഉപേക്ഷിച്ച് നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടും ഈ ഗ്രാമം ഇന്നും ഇവിടെയുണ്ട്. ഈ കാണുന്ന അവസ്ഥയിൽ ഇന്ന് ഇവിടെ എത്തിയാൽ കാണാനാവുന്നത് തകർന്നു വീഴാൻ തുടങ്ങുന്ന മേൽക്കൂരയില്ലാത്ത നൂറുകണക്കിന് വീടുകളും അവയ്ക്ക് നടുവിൽ ആരാധനാമൂർത്തിയില്ലാതെ നിലകൊള്ളുന്ന ഒരു പഴയ ക്ഷേത്രത്തിന്റെ അവശേഷിപ്പുകളുമാണ്. ശപിക്കപ്പെട്ടതെന്നും പ്രേതങ്ങളുടെ വിഹാര കേന്ദ്രം എന്നും ആളുകൾ വിശ്വസിക്കുന്ന ഒരു ഗ്രാമം. ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ നിയന്ത്രണത്തിലുള്ള ഈ വിജനമായ ഗ്രാമത്തിലേക്ക് സൂര്യാസ്തമയത്തിന് ശേഷവും സൂര്യോദയത്തിന് മുൻപായും പ്രവേശിക്കുന്നത് കർശനമായി നിരോധിച്ചിരിക്കുന്നു. അന്ധവിശ്വാസങ്ങളും മിത്തുകളും കൂട്ടിക്കലർത്തിയ ധാരാളം നാടോടിക്കഥകൾ ഇവിടെ പ്രചാരത്തിലുണ്ട്. ഭാരതത്തിലെ തന്നെ ഏറ്റവും ഭീതിജനകമായ പ്രേതഗ്രാമം എന്നറിയപ്പെടുന്ന ഈ ഗ്രാമത്തിലേക്ക് സന്ധ്യയ്ക്ക് ശേഷം കടന്നു ചെന്നിട്ടുള്ളവരാരും തന്നെ പിറ്റേ ദിവസത്തെ പ്രഭാതം കാണുന്നതിനായി ജീവിച്ചിരുന്നിട്ടില്ല എന്ന് പ്രദേശവാസികൾ ആണയിട്ട് പറയുന്നു. മനുഷ്യനോ ശാസ്ത്രത്തിനോ അറിയുന്നതിനേക്കാൾ അപ്പുറത്തായി രാത്രിയുടെ അന്ധകാരത്തിൽ അജ്ഞാതമായ പല ഗതിവിഗതികളും ഇവിടെ സംഭവിക്കുന്നുണ്ട് എന്ന് വിശ്വസിക്കുന്നവർ നിരവധിയാണ്. രാജസ്ഥാനിലെ താർ മരുഭൂമിയിലെ കുൽധാര എന്നു പേരുള്ള ഈ ഗ്രാമം ഇങ്ങനെയായി തീർന്നതിന്റെ പിന്നിൽ പല കഥകളുമുണ്ട്. ഏകദേശം 200 വർഷങ്ങൾക്ക് മുൻപ് ഒരു അമാവാസി രാത്രിയുടെ മറവിൽ നൂറ്റാണ്ടുകളായി തലമുറകളായി തങ്ങൾ താമസിച്ചിരുന്ന ഈ ഗ്രാമം ഉപേക്ഷിച്ച് ആയിരക്കണക്കിന് ഗ്രാമവാസികൾ ഒന്നടങ്കം എങ്ങോട്ടോ പോയി മറഞ്ഞ ദുരൂഹമായ കഥ. എന്താണ് ഇവിടെ സംഭവിച്ചത്? കഥകൾ നിരവധിയാണ്. അതറിയണമെങ്കിൽ സമയതീരത്തിന് പിന്നിലേക്ക് ഒരു മടക്കയാത്ര നടത്തേണ്ടിയിരിക്കുന്നു. പോകാം നമുക്ക് കാലങ്ങൾ പിന്നിലേക്ക്, കുൽധാര ഗ്രാമത്തിന്റെ നാൾവഴികൾ തേടി നൂറ്റാണ്ടുകൾ പിന്നിലേക്ക്. ചരിത്രവും കഥകളും വേർതിരിച്ചെടുക്കാനാവാത്ത വിധം കെട്ടുപണിഞ്ഞു കിടക്കുന്ന കുൽധാരയുടെ നിഗൂഢതകൾ നിറഞ്ഞ ഭൂതകാലത്തിലേക്ക്. 13-ാം നൂറ്റാണ്ട് മുതൽ 19-ാം നൂറ്റാണ്ടിന്റെ തുടക്കം വരെ ജനങ്ങൾ തിങ്ങിപ്പാർത്തിരുന്ന ഒരു ഗ്രാമമായിരുന്നു ഇത്. അങ്ങനെയിരിക്കെ ഏതാണ്ട് 1825-ലാണ് അത് സംഭവിക്കുന്നത്. അക്കാലത്ത് ജയ്സൽമർ പ്രവിശ്യയ്ക്ക് കീഴിലുണ്ടായിരുന്ന ഈ പ്രദേശത്തിന്റെ ഭരണം നടത്തിയിരുന്നത് സലീം സിംഗ് എന്നു പേരുള്ള ഒരു ദിവാനായിരുന്നു. ക്രൂരനും ദുഷ്ടനും സ്ത്രീലമ്പടനുമായിരുന്ന ദിവാൻ ഗ്രാമവാസികളുടെ പേടി സ്വപ്നമായിരുന്നു. ഒരിക്കൽ പരിവാരങ്ങളുമായി ഈ ഗ്രാമത്തിലൂടെ കടന്നുപോയ ദിവാൻ അതിസുന്ദരിയായ ഒരു പെൺകുട്ടിയെ കാണാനിട വന്നു. ഒറ്റ നോട്ടത്തിൽ തന്നെ ദിവാൻ ആ പെൺകുട്ടിയിൽ ആകൃഷ്ടനായി. കുൽധാരയിലെ ഗ്രാമമുഖ്യന്റെ മകളായിരുന്നു അവൾ. കൊട്ടാരത്തിൽ മടങ്ങിയെത്തിയ ദിവാൻ എന്ത് വില കൊടുത്തും അവളെ സ്വന്തമാക്കുവാൻ തീരുമാനിച്ചു. പെൺകുട്ടിയെ താൻ വിവാഹം കഴിക്കാൻ തീരുമാനിച്ചുവെന്നും അതുകൊണ്ട് അവളെ തന്റെ കൊട്ടാരത്തിലേക്ക് പറഞ്ഞയക്കണമെന്ന കൽപ്പനയുമായി ദിവാൻ സലീം സിംഗ് തന്റെ സൈനികരെ കുൽധാര ഗ്രാമത്തിലേക്ക് പറഞ്ഞയച്ചു. എന്നാൽ വിവാഹിതനും ഒന്നിലധികം ഭാര്യമാരും ഉണ്ടായിരുന്ന മറ്റൊരു മതവിഭാഗത്തിൽപ്പെട്ട ഒരാൾക്ക് മകളെ വിവാഹം ചെയ്തു കൊടുക്കുന്നത് ബ്രാഹ്മണരായ തങ്ങൾക്ക് ചിന്തിക്കാൻ പോലും ആവില്ലെന്ന് ഗ്രാമമുഖ്യനും ഗ്രാമവാസികളും സൈനികരെ അറിയിച്ചു. സൈനികർ ബലം പ്രയോഗിച്ച് പെൺകുട്ടിയെ കൊണ്ടുപോകുമെന്ന സ്ഥിതിയിലെത്തിയപ്പോൾ കൂടിയാലോചിച്ച് ഒരു തീരുമാനത്തിലെത്തുന്നതിനായി ഒരു ദിവസത്തെ സമയം വേണമെന്ന് ഗ്രാമവാസികൾ സൈനികരോട് അപേക്ഷിച്ചു. ഗ്രാമവാസികൾക്ക് ഒരു ദിവസത്തെ സാവകാശം കൂടി കൊടുത്ത ശേഷം സൈനികർ അവരുടെ പാളയങ്ങളിലേക്ക് മടങ്ങിപ്പോയി. അന്നേ ദിവസം തന്നെ കുൽധാര ഉൾപ്പെടെ സമീപത്തുള്ള 84 ഗ്രാമങ്ങളിലെ ഗ്രാമമുഖ്യന്മാരും ഗ്രാമവാസികളും രഹസ്യമായി ഒത്തുകൂടി ഒരു തീരുമാനമെടുത്തു. അന്ന് സൂര്യാസ്തമയത്തിന് ശേഷം തങ്ങൾക്ക് കൂടെ കൊണ്ടുപോകാൻ കഴിയുന്നതെല്ലാം വാരിയെടുത്ത് തങ്ങളുടെ വളർത്തുമൃഗങ്ങളെയും കൂട്ടി ഗ്രാമവാസികൾ തങ്ങളുടെ വീടുകളും ഗ്രാമങ്ങളും ഉപേക്ഷിച്ച് രാത്രിയുടെ നിശബ്ദതയിൽ അകലങ്ങളിൽ എവിടേക്കോ കടന്നുപോയി. തങ്ങളുടെ വീടും ഗ്രാമവും ഉപേക്ഷിച്ചു പോകുമ്പോൾ തങ്ങൾ പൂജിച്ചിരുന്ന ക്ഷേത്രത്തിലെ വിഗ്രഹവും അവർ കൂടെ കൊണ്ടുപോയി. അവർ എങ്ങോട്ട് പോയി എന്നോ പിന്നീട് അവർക്ക് എന്ത് സംഭവിച്ചു എന്നത് ഉത്തരമില്ലാത്ത ദുരൂഹമായ ഒരു ചോദ്യമായി ഇന്നും അവശേഷിക്കുന്നു. എല്ലാം ഉപേക്ഷിച്ച് ഗ്രാമത്തിൽ നിന്നും പലായനം ചെയ്യുന്നതിന് തൊട്ടു മുൻപായി അവർ ഒന്നടങ്കം
ഗ്രാമത്തെ ശപിച്ചുവത്രേ. തങ്ങൾ എന്നേക്കുമായി ഉപേക്ഷിച്ചു പോകുന്ന ഈ ഗ്രാമത്തിൽ ഇനി ഒരിക്കലും മറ്റൊരാൾക്കും ജീവിക്കാനാവില്ല എന്നായിരുന്നു ശാപം. ബ്രാഹ്മണ ശാപമേറ്റ ഈ ഗ്രാമത്തിൽ അന്തിയുറങ്ങുന്നവരുടെ കുടുംബാംഗങ്ങൾ അകാലത്തിൽ മരിക്കും എന്നിങ്ങനെയുള്ള വിശ്വാസങ്ങൾ പാർമരുഭൂമിയിലെ ഈ മണ്ണിനെ ജനങ്ങളിൽ നിന്ന് അകറ്റി. ഇന്ന് ഇവിടെ എത്തുന്ന സഞ്ചാരികളെ കാത്തിരിക്കുന്നത് കണ്ണെത്താ ദൂരത്തോളം വ്യാപിച്ചു കിടക്കുന്ന തരിശുഭൂമിയും കാലത്തിന്റെ പ്രഹരമേറ്റ് തകർച്ചയുടെ വക്കിലെത്തി നിൽക്കുന്ന മേൽക്കൂരകളില്ലാത്ത നൂറുകണക്കിന് വീടുകളുമാണ്. ദേവൻ ഉപേക്ഷിച്ചുപോയ ആരാധനമൂർത്തിയില്ലാത്ത തകർന്നറിഞ്ഞ ശ്രീകോവിലുള്ള ഒരു ക്ഷേത്രം എല്ലാത്തിനും മൂകസാക്ഷിയായി ഇവിടെ അനാഥമായി നിലകൊള്ളുന്നു. ഇവിടെ കാലം ചലനമില്ലാതെ ഘനീഭവിച്ചു കിടക്കുന്നു. താഴ്മരുഭൂമിയിൽ നിന്ന് വീശുന്ന ഉഷ്ണക്കാറ്റിൽ ആയിരക്കണക്കിന് ബ്രാഹ്മണരുടെ കൊടും ശാപം ഏറ്റുവാങ്ങാൻ വിധിക്കപ്പെട്ട കുൽധാരയുടെ ചുടുനിശ്വാസങ്ങൾ വിലയം പ്രാപിക്കുന്നു. നൂറ്റാണ്ടുകൾക്ക് മുൻപൊരിക്കൽ ജനങ്ങൾ തിങ്ങിപ്പാർത്തിരുന്ന സമ്പദ് സമൃദ്ധമായിരുന്ന കുൽധാരയുടെ വെറും അസ്ഥിപഞ്ജരമാണ് ഇന്ന് ഇവിടെ എത്തുന്ന സഞ്ചാരികളെ സ്വാഗതം ചെയ്യുന്നത്. എല്ലാം കാലത്തിന്റെ വിധി നിയോഗങ്ങൾ. വാക്കുകൾ കൊണ്ട് പറഞ്ഞറിയിക്കാനാവാത്ത തരത്തിലുള്ള വല്ലാത്ത ഒരു അസ്വസ്ഥത നിറഞ്ഞ ഒരു അനുഭവമാണ് ഇവിടെ നിൽക്കുമ്പോൾ അനുഭവപ്പെടുന്നത്. സന്ധ്യ മയങ്ങിയാൽ ഇവിടേക്ക് ആർക്കും പ്രവേശനമില്ല. ഈ പ്രദേശത്തെ ചുറ്റിപ്പറ്റി ധാരാളം ഭീതിജനകമായ കഥകൾ പ്രചാരത്തിലുണ്ട്. ദുരൂഹമായ നിരവധി ദുർഘടനകൾ ഇവിടെ സംഭവിക്കാറുണ്ടത്രേ. ബ്രാഹ്മണ ശാപമേറ്റ് നശിച്ചുപോയ ഗ്രാമത്തിലേക്ക് സന്ധ്യയ്ക്ക് ശേഷം പ്രവേശിക്കുന്നവർ ജീവനോടെ തിരിച്ചു പോകാറില്ല എന്നാണ് പ്രദേശവാസികൾ വിശ്വസിക്കുന്നത്. പകർന്നറിഞ്ഞ ഈ ഗ്രാമം പുനഃസ്ഥാപിക്കാൻ ശ്രമിച്ചവരെല്ലാം വളരെ ദുരൂഹമായ സാഹചര്യങ്ങളിൽ മരണപ്പെട്ടു എന്നാണ് നാട്ടുകാർ പറയുന്നത്. കുൽധാര എന്നറിയപ്പെടുന്നത് ഇന്ത്യയിലെ പ്രേതബാധയുള്ള സ്ഥലങ്ങളുടെ പട്ടികയിലാണ്. കാൽപ്പനികതയും മിത്തുകളും നാടോടിക്കഥകളും എല്ലാം കൂട്ടിക്കലർത്തിയ അന്ധവിശ്വാസങ്ങളാണിവ എന്ന് മാത്രം കരുതാം. ഇന്നും വൈകുന്നേരം മുതൽ രാവിലെ വരെ ഇവിടേക്ക് ആർക്കും പ്രവേശനമില്ല. നിരവധി പാരാനോർമൽ ആക്ടിവിസ്റ്റുകളുടെയും സഞ്ചാരികളുടെയും ഇഷ്ടകേന്ദ്രമാണ് ഇന്ന് കുൽധാര. ഇവിടെ പ്രചാരത്തിലുള്ള കഥകളെല്ലാം വെറും അന്ധവിശ്വാസങ്ങൾ മാത്രമാണെന്ന് തെളിയിക്കാനായി ഇന്ത്യൻ പാരാനോർമൽ സൊസൈറ്റിയുടെ സ്ഥാപകനായ ഗൗരവ് തിവാരിയുടെ നേതൃത്വത്തിൽ 30 പേരടങ്ങുന്ന ഒരു സംഘം വർഷങ്ങൾക്ക് മുൻപ് ഒരു രാത്രി ഇവിടെ താമസിച്ചിരുന്നു. ഇൻഫ്രാറെഡ് ക്യാമറകൾ, തെർമൽ ഇമേജ് റെക്കോർഡറുകൾ, മോഷൻ സെൻസറുകൾ തുടങ്ങിയ നിരവധി അത്യാധുനിക ഇലക്ട്രോണിക് ഉപകരണങ്ങൾ സഹിതമാണ് അവർ ഇവിടെ ക്യാമ്പ് ചെയ്തത്. ആ രാത്രിയിൽ അസാധാരണവും ദുരൂഹവുമായ പല അനുഭവങ്ങളും തങ്ങൾക്ക് ഇവിടെ നേരിടേണ്ടി വന്നതായി അവർ സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. അതിനുശേഷം വർഷങ്ങൾക്ക് ശേഷം 2016 ജൂലൈ മാസത്തിൽ ഗൗരവിനെ ഡൽഹിയിൽ ദ്വാരകയിലുള്ള അദ്ദേഹത്തിന്റെ സ്വന്തം അപ്പാർട്ട്മെന്റിൽ ദുരൂഹമായി മരിച്ച നിലയിൽ കണ്ടെത്തിയത് പിന്നീട് പല അഭ്യൂഹങ്ങൾക്കും വഴിവെച്ചിരുന്നു. കുൽധാരയെക്കുറിച്ചുള്ള കഥകളെല്ലാം വെറും അന്ധവിശ്വാസങ്ങളും നാടോടി കഥകളുമാണെന്ന് വിശ്വസിച്ച് നമുക്ക് തള്ളിക്കളയാവുന്നതേയുള്ളൂ. ആധുനിക കാലത്ത് ഇത്തരത്തിലുള്ള കഥകൾക്കൊന്നും വലിയ സ്ഥാനമില്ല. പുരാവസ്തു സർവേകളും ചരിത്രരേഖകളും കുൽധാരയുടെ ഭൂതകാലത്തിലേക്ക് വെളിച്ചം വീശിയിട്ടുണ്ട്. ശാസ്ത്രീയ പഠനങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത് പല വിധത്തിലുള്ള കാരണങ്ങൾ കൊണ്ടായിരിക്കാം ഈ ഗ്രാമം ഈ അവസ്ഥയിൽ എത്തിച്ചേർന്നതെന്നാണ്. അതിൽ പ്രധാനമായ വാദം 2 നൂറ്റാണ്ടുകൾക്ക് മുൻപുണ്ടായ അതിഭീകരമായ ഒരു ഭൂകമ്പത്തിന്റെ ഫലമായി ഈ ഗ്രാമവും ഇവിടെയുണ്ടായിരുന്ന മുഴുവൻ ഗ്രാമവാസികളും നാമാവശേഷമായി പോയെന്നാണ്. മറ്റൊരു വിശ്വാസം താർമരുഭൂമിയുടെ ഭാഗമായി ഈ പ്രദേശത്തുണ്ടായ ഭീഷണമായ ജലദൗർലഭ്യം മൂലം ഇവിടെ താമസിച്ചിരുന്ന ഗ്രാമവാസികൾക്ക് ഈ ഗ്രാമം ഉപേക്ഷിച്ച് മറ്റിടങ്ങളിലേക്ക് കുടിയേറി പാർക്കേണ്ടതായി വന്നു എന്നതാണ്. കാരണങ്ങൾ എന്തൊക്കെ തന്നെയായാലും നൂറ്റാണ്ടുകൾക്ക് മുൻപ് സംഭവിച്ച നിഗൂഢമായ എന്തൊക്കെയോ ഗതിവിഗതികൾക്ക് കാലം തെളിവുകളൊന്നും ബാക്കി വച്ചിട്ടില്ല. ചില ചോദ്യങ്ങൾക്ക് ഉത്തരമില്ല, ഇനിയൊട്ട് ഉണ്ടാകാനും പോകുന്നില്ല. അജ്ഞാതവും ഭീതിജനകവുമായ ഒരു ഭൂതകാലത്തിന്റെ ബാക്കിപത്രമായി വിസ്മയം നിറഞ്ഞ ഒരു പ്രഹേളികയായി കുൽധാരയുടെ അസ്ഥിപഞ്ജരങ്ങൾ താർമരുഭൂമിയിലെ ഈ മണൽപ്പരപ്പിൽ കാലം ഇനിയും ബാക്കി വച്ചിരിക്കുന്നു. വീഡിയോയുടെ ഈ ഭാഗം ഇവിടെ അവസാനിക്കുകയാണ്. രാജസ്ഥാനിലെ മറ്റു വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. നിങ്ങൾ ഇതുവരെ ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഫോർവേഡ് ചെയ്യുക. താങ്ക് യു വെരി മച്ച്.